ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫിൻ്റെ മറ്റൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ അനുപ്രസാദ് സബ്മിറ്റ്സ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റെലവെൻറ്റ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. 2020-21 വർഷത്തിൽ അസസ് ചെയ്യേണ്ട ചില ഇൻകംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഇൻകംസ് എന്ന് നോക്കണം. ഒന്നാമത്തത് ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഏത് ഹെഡിൽ വരുന്നതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചില എക്സംപ്റ്റഡ് ഇൻകത്തിൽ പഠിച്ച ഒന്നായിരുന്നു ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എക്സംപ്റ്റ് ആണ്. ഇവിടെ രണ്ട് കാര്യം ഇതിൽ നിന്ന് തന്നെ കിട്ടി. എക്സംപ്റ്റ് ആണ്, മറ്റൊന്ന് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. അടുത്ത ഐറ്റം പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ? 12,000 രൂപ. ഓക്കെ, ബിസിനസ് ഹെഡിൽ വരുന്നതാണ്. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 25,000 രൂപയുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 7,500 രൂപയുണ്ട്. ഇതൊക്കെ ഏത് ഹെഡിൽ വരുന്നതാണ്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. ഇനിയോ ഇൻകം ഫ്രം ഹോയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്. ഹോഴ്സ് റേസസിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഏത് ഹെഡാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. അടുത്തത് ഇൻകം ഫ്രം ക്രോസ്വേഡ് പസിൽസ്. ക്രോസ്വേഡ് പസിൽസിൽ നിന്നും അദ്ദേഹത്തിന് ഇൻകം കിട്ടിയിട്ടുണ്ട് 28,000 രൂപ. ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. എന്നിട്ട് പറയാണ് ദി ഫോളോയിങ് ഐറ്റംസ് ഹാവ് ബീൻ ബ്രോഡ് ഫോർവേഡ്. താഴെ തന്നിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോഡ് ഫോർവേഡ് ഐറ്റംസ് ആണ്. അതായത് ഏതോ വർഷങ്ങളിൽ, കഴിഞ്ഞു പോയ ഏതോ വർഷങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അതത് വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്തതാണ്? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത കുറച്ച് ലോസസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം പ്രോബ്ലം ചെയ്യേണ്ടത്. എന്നിട്ട് പറയാണ് ഫസ്റ്റ് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്. ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തതുണ്ട്. എത്ര രൂപ? 17,000 രൂപ. ഏത് വർഷമാണ്? 2018-19 വർഷത്തിലാണ് 17,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2018-19 വർഷത്തിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്ത എമൗണ്ട് ആണ്. കൂടുതൽ കാലങ്ങളൊന്നും ആയിട്ടില്ല അല്ലേ? 17,000 രൂപയാണ് ലോസ് ഉള്ളത്. ഇങ്ങനെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകത്തിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. ഈ വർഷത്തെ ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 12,000 രൂപയാണ്. അതിൽ നിന്നും ഈ 17,000 കുറക്കുക. ബാക്കി എത്ര ഉണ്ടാവും? -5,000 ഉണ്ടാവും അല്ലേ? ഈ 5,000 രൂപയെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 12,000 ആണ് ഇൻകം ഉള്ളത്, പക്ഷെ നെഗറ്റീവ് ഫിഗർ 17,000 ഉണ്ട്. അപ്പോൾ ഈ ഒരു 12,000 രൂപയിൽ നിന്നും 17,000 രൂപ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ് വേണ്ടത്. അടുത്തായിട്ട് നോക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഫ്രം ഏത് വർഷമാണ്? അസസ്മെന്റ് ഇയർ 2018-19. 2018-19 വർഷങ്ങളിലുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? ബിസിനസ് ഹെഡില് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കുറക്കാം അല്ലേ? എന്നാൽ ആ ബിസിനസ് ഹെഡിലുള്ള ഇൻകത്തിനേക്കാൾ കൂടുതലാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്കിൽ ആ അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത, കുറക്കാൻ കഴിയാത്ത ഡിപ്രീസിയേഷനെയാണ് എന്ത് പറയാ? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഹെഡിൽ നിന്ന് പോയിട്ട് കുറക്കാൻ പറ്റും. ഓക്കെ, ഈ ഏതെങ്കിലും ഹെഡിൽ നിന്നും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റും. കാരണം ഇവിടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ഇതന്നെ ഇവിടെ കുറച്ചു, പിന്നെ അവിടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഹെഡ് പോയിട്ട് എന്ത് ചെയ്യാം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. അടുത്തായിട്ട് നോക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി അസസ്മെന്റ് ഇയർ 2016-17. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ ഏതിൽ നിന്നും ലെസ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ലെസ് ചെയ്യാം അല്ലേ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റില്ല. ഏത് മാത്രമേ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അടുത്ത് നോക്ക് ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓയിസ് റേസസ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2018-19. അതായത് ഓസ് റേസസിൽ നിന്നും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് 2018-19 അത് 35,000 രൂപ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ഇൻകം ഫ്രം ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓയിസ് റേസസ് ഉണ്ട് 25,000 രൂപ. അതിൽ നിന്ന് അത് ലെസ് ചെയ്യാം. അതിൽ നിന്ന് മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഏതെന്ന് മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ? അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിൽ നിന്ന് മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാത്രം ലെസ് ചെയ്യുക. ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ 25,000 ആണ്, ഇവിടെ 35,000 ആണ്, ബാക്കി 10,000 രൂപ ഉണ്ടാവും. ആ 10,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ് വേണ്ടത്.
അടുത്ത ഐറ്റം സ്പെക്കുലേഷൻ ലോസ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2017-18 20,000. സ്പെക്കുലേഷൻ ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സ്പെക്കുലേഷൻ ലോസ് പക്ഷെ ഇവിടെ എവിടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഇല്ലല്ലോ. നമുക്ക് തന്ന കാര്യങ്ങളിലൊന്നും സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഏതെങ്കിലും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഏതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. സ്പെക്കുലേഷൻ ലോസ് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യാം? വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഫൈൻഡ് ഔട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ഹനുപ്രസാദ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. അതായത് 2020-21 വർഷത്തിലെ ഇദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ഓഫുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹെഡ് എടുക്കണം. ഏതാ ഫസ്റ്റ് ഹെഡ്? ഇൻകം ഫ്രം സാലറി. സാലറി ഹെഡിൽ എന്ത് വരില്ല? സെറ്റ് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വരാറില്ല. ഇവിടെയും അത് തന്നിട്ടില്ല. ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ ഹെഡ് ഏതാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു ഐറ്റം പറഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ ഹെഡ് എടുക്കണം. ഏതാണ്? ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാരി ഫോർവേഡ് ഓഫ് ബിസിനസ് ലോസ് ഉണ്ട്. അൺഅബ്സോർബ് ഡെപ്രീസിയേഷൻ ഒക്കെ ഉണ്ട് അല്ലേ? ബിസിനസ് ലോസ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ലോസ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇനിയോ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഏത് ഹെഡിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ആണെങ്കിലും ഏത് ഹെഡിൽ നിന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ ബിസിനസ് ഗെയിനിൽ നിന്ന് മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുകയാണ് ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അതർ സോഴ്സ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തു ബിസിനസ്സാണ് എടുക്കുന്നത്. ബിസിനസ് ആയിട്ടാണ് ആദ്യം ചെയ്യുന്നത്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എത്ര രൂപയുണ്ട്? 12,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ഓഫ് ബിസിനസ് 12,000 ഉണ്ട് അല്ലേ? ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത് നോക്ക്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നുണ്ട്? ബ്രോട്ട് ഫോർവേഡ് ബിസിനസ് ലോസ് എത്രയാണ്? 17,000 രൂപ. അപ്പോൾ കുറക്കാണ്. ലെസ് ബ്രോട്ട് ഫോർവേഡ് ബിസിനസ് ലോസ് 17,000 രൂപ. എന്നിട്ട് 12,000 രൂപയിൽ നിന്നും 17,000 രൂപ കുറച്ചപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? -5,000 കിട്ടി അല്ലേ? -5,000 കിട്ടി. ഇതിനെന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഹെഡ് പോയിട്ട് ലെസ് ചെയ്യാൻ പറ്റുമോ? ബിസിനസ് ലോസ് വേറെ ഏതെങ്കിലും ഹെഡ് പോയിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബിസിനസ്സിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെന്ത് ചെയ്യാണ്? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എഴുതിയേക്കും ലോസ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ലോസ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്തു? ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തു. എന്നിട്ട് 5,000 നേരെ അടിയിൽ 2 വരെ വരയ്ക്കുക. ഇവിടെ നില്ല് കൊടുക്കുക. ടോട്ടൽ കോളത്തിൽ നില്ല് കൊടുക്കുക. കാരണം ഒരു ഇൻകം ആയിരിക്കില്ല ഈ ഹനുപ്രസാദിന് ബിസിനസ്സിലൂടെ കിട്ടിയിട്ടില്ല. കാരണം ലോസ് ആണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ഹെഡ് ബിസിനസ് കഴിഞ്ഞു. നാലാമത്തെ ഹെഡ് ഏതാണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിങ് കൊടുക്കുകയാണ്. ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ ഉള്ളൂ അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം അതെടുത്ത് ഇതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് നേരെ ഔട്ടർ കോളത്തേക്ക് 25,000 രൂപ എഴുതി. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് നേരെ ഔട്ടർ കോളത്തേക്ക് 25,000 എഴുതി. എന്തുകൊണ്ടാണ്? ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഇല്ല. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാമായിരുന്നു, സെറ്റ് ഓഫ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 7,500. അത് ഇന്നർ കോളത്തിൽ എഴുതുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 7,500. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി അസസ്മെന്റ് ഇയർ ഓഫ് 2016-17. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 42,000 രൂപ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ആ ലോസ് കുറക്കണ്ടേ? ബ്രോഡ് ഫോർവേഡ് ചെയ്ത എമൗണ്ട് കുറക്കണ്ടേ? അപ്പം നമ്മൾ ലെസ് ചെയ്യാണ്. ലെസ് ബ്രോഡ് ഫോർവേഡ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 42,000. എന്നിട്ട് 7,500 നിന്നും 42,000 രൂപ കുറക്കുകയാണ്. അപ്പോൾ 34,500 നെഗറ്റീവ് ഫിഗർ കിട്ടും. 34,500 നെഗറ്റീവ് ഫിഗർ കിട്ടും. അതിന് എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ചെയ്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രം. വേറെ അല്ല ഹെഡൊന്നും പറ്റൂല, വേറെയുള്ള ഷോർട്ട് ടൈം ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബാക്കിയുള്ള ബാലൻസിനെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ്. എന്നിട്ട് അതിന് നേരെ ചെയ്ത് വെക്കുക ലോസ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ലോസ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ഔട്ടർ കോളത്തിൽ നില്ല് കൊടുക്കുക. ഇവിടെ നില്ല്
ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25,000 എഴുതി, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഹെഡ് ഏതാണ്? അതർ സോഴ്സസ് ആണ് എടുക്കേണ്ടത് അല്ലേ? അഞ്ചാമത്തെ ഹെഡ് അതർ സോഴ്സസ്. അതർ സോഴ്സിൽ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അല്ലേ? ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്താണ്? എക്സംപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ എഴുതണം, എക്സംപ്റ്റ് എന്ന് എഴുതണം. പിന്നെ ഇത് നമ്മൾ എടുത്തു, ഇതെടുത്തു ഓയിങ് ആൻഡ് മെയിൻറ്റെയിൻ ഉണ്ട് അല്ലേ? അപ്പോൾ അതെടുക്കാം നമുക്ക്. ഇൻകം ഫ്രം ഓസ് റൈസസ്, ഇൻകം ഫ്രം ഓസ് റൈസസ് 25,000 രൂപ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഓസ് റേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഓസ് റേസുമായി ബന്ധപ്പെട്ട് ലോസ് വന്നിട്ടുണ്ട് അല്ലെ? ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓസ് റേസസ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2018-19. ഓസ് റേസസുമായി ബന്ധപ്പെട്ട ലോസ് ഉണ്ടെങ്കിൽ ഏത് ഹെഡിൽ നിന്ന് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സെയിം ഹെഡിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ ഇത് വെച്ചു ഇൻകം ഫ്രം ഓസ് റേസസ് 25,000, ഇൻകം ഫ്രം ഓസ് റേസസ് 25,000. ഇനി അതിൽ നിന്ന് എന്ത് ഓർക്കണം? ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് അല്ല, അപ്പോൾ ലോസ് ഫ്രം ഓസ് റൈസസ്, ലോസ് ഫ്രം ഓസ് റൈസസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 2018-19 30,000 രൂപ നഷ്ടമുണ്ട്. അത് കുറച്ചപ്പോൾ -10,000 രൂപ കിട്ടി, -10,000 കിട്ടി അല്ലേ? -10,000 കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഇനി വേറെ ഏതെങ്കിലും ഹെഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഹെഡിൽ നിന്ന് പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇത് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ, അതും ഇവിടെ എഴുതിയിട്ട് നില്ലെഴുതി. അപ്പോൾ നമ്മൾ ഓസ് റൈസസിന്റെ ഇൻകം എടുത്തു, അതിന്റെ എക്സ്പെൻസസ് കുറച്ച്, ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്തു? ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എടുത്തു. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സിൽ മറ്റ് എന്ത് ഇൻകം ഉള്ളത് നോക്കുക. ഓക്കെ, ഇൻകം ഫ്രം ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട് അല്ലേ? ഇൻകം ഫ്രം ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്. ക്രോസ് വേർഡ് പസിൽസുമായി ലോസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് നമുക്ക് നേരിട്ട് എഴുതാം. ഇൻകം ഫ്രം ക്രോസ് വേർഡ് പസിൽസ് 28,000 രൂപ. പിന്നെ ഏതായിട്ടല്ലോ? ഓക്കെ, ക്രോസ് വേർഡ് പസിൽസ് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? ഫസ്റ്റ് ആയിട്ട് അല്ലേ? ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറഞ്ഞു എക്സംപ്റ്റ് ആണിത് അല്ലേ? സംഗതി എന്തായിരിക്കും? എക്സംപ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതാണ്? ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എക്സംപ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എടുത്തു, പ്രോഫിറ്റ് ഓഫ് ബിസിനസ് എടുത്തു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു, ഓസ് റൈസസ് എടുത്തു, ക്രോസ് വേർഡ് പസിൽസ് എടുത്തു, പിന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എടുക്കാണ്ട് അല്ലേ? ഇനി അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എടുക്കാണ്ട് പിന്നെയോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എടുത്തു, ബ്രോഡ് ഫോർവേഡ് ലോസ് എടുത്തു, സ്പെക്കുലേഷൻ ലോസ് എടുക്കാണ്ട്. അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങൾ എടുക്കാനുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉണ്ട്, മറ്റൊന്ന് സ്പെക്കുലേഷൻ ലോസസും ഉണ്ട്. സ്പെക്കുലേഷൻ ലോസസ് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അടുത്ത വർഷം ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്താ? സ്പെക്കുലേഷൻ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ നോക്കുക, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉണ്ട്. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ നമുക്ക് മറ്റുള്ള ഹെഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ബിസിനസ് ലോസ് ബിസിനസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കറന്റ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ കിട്ടിയ എമൗണ്ട് ഒക്കെ ടോട്ടൽ ചെയ്യാണ്. നമുക്കിവിടെ ഔട്ടർ കോളത്തിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ കിട്ടിയിട്ടുള്ള 25,000 രൂപയും അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസിൽ കിട്ടിയിട്ടുള്ള 28,000 രൂപയാണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ 53,000 രൂപ കിട്ടും. ശരിയല്ലേ? ഈ 53,000 രൂപയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കുറക്കണം. നമ്മൾ ഏത് ഹെഡിൽ നിന്നാണ് കുറക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? നോക്കണം. ക്രോസ് വേർഡ് പസിൽസിൽ നിന്നാണോ ക്യാപിറ്റൽ ഗെയിനിൽ നിന്നാണോ ഈ എമൗണ്ട്, അതായത് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കുറക്കുന്നത് എന്ന് കാണിക്കണം. നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നാണ് എന്തെടുക്കുന്നത്? അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് എഴുതി വെക്കാണ് ലെസ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കുറക്കാണെന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ആ 8,000 രൂപ എഴുതിയിട്ട് ഈ 53,000 രൂപയിൽ നിന്നും 8,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി 45,000 രൂപക്ക് എന്ത് പേര് കൊടുക്കണം? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പേര് കൊടുക്കണം. ഇനി നമ്മൾ ഒരു ഐറ്റം കൂടി എടുക്കാനുള്ളത് അതെന്താണ്? സ്പെക്കുലേഷൻ ലോസ് ആണ്. അത് നമ്മൾ താഴെ എഴുതി വെക്കുക. സ്പെക്കുലേഷൻ ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. എന്തുകൊണ്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? ഈ വർഷത്തിൽ സ്പെക്കുലേഷൻ പ്രോഫിറ്റും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഏതെട്ടുന്നത് മീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ ഹെഡിൽ വരുന്ന എല്ലാ ഐറ്റത്തിനെയും ഒന്നാക്കി മാറ്റുക, അവ പരസ്പരം സെറ്റ് ഓഫ് ചെയ്യുക. പരസ്പരം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുക. ഇന്റർ ഹെഡ് സെറ്റ് ഓഫും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം.
Mr. Singh, a resident of India, submits the following particulars of income assessment year 2020-21. 2020-21 അസസ്മെന്റ് ഇയറിൽ മിസ്റ്റർ സിംഗ് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻകം ഫ്രം ഹൗസ്, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് 9,500. കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ്, അതായത് സ്റ്റാൻഡേർഡ് എഡിഷൻ ഒക്കെ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞ് തരിക. ഇനി തരുന്ന ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ടഡ് എന്നില്ല എങ്കിൽ, ഇപ്പോൾ ഇവിടെ 9,500 കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ 9,500ൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് എഡിഷൻ 30% കുറക്കണം. എന്തില്ലെങ്കിൽ? കമ്പ്യൂട്ടഡ് എന്നില്ലെങ്കിൽ. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഇൻകമാണ്. അടുത്ത നോക്ക്, പ്രോഫിറ്റ് ഫ്രം റേഡിയോ ബിസിനസ്. റേഡിയോ ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഏത് ഹെഡിൽ വരുന്നതാണ്? ബിസിനസ് ഹെഡിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം ഫേം. ഒരു ഫേമിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടി. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഏത് ഹെഡിൽ വരുന്നതാണ്? ഫേം ബിസിനസ് ഹെഡിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫേമിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? നമ്മുടെ ബിസിനസ്സാണ്, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അടുത്തത് സ്പെക്കുലേഷൻ ഇൻകം 1900 ഉണ്ട്. സ്പെക്കുലേഷൻ ഇൻകം ഉണ്ടെങ്കിൽ അത് സ്പെക്കുലേഷൻ ലോസ് മാത്രം മീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 3200 ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1400 ഉണ്ട്. എന്നിട്ട് പറയാണ്, ദി ഫോളോയിങ് ഐറ്റംസ് ഹാവ് ബീൻ ബ്രോട്ട് ഫോർവേഡ് ഫ്രം പ്രിസീഡിംഗ് അസസ്മെന്റ് ഇയർ 2019-20. 2019-20 വർഷത്തിൽ ചില ഇൻകംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷത്തേക്ക്, അതായത് ഇപ്പോഴുള്ള 2020-21 വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കാം. ഒന്നാമത്തത് പറയുന്നത് ലോസ് ഫ്രം റേഡിയോ ബിസിനസ്. റേഡിയോ ബിസിനസ്സിൽ നിന്നും 4,600 രൂപ നഷ്ടം പറ്റി. ഇവിടെ 2 ബിസിനസ്സിൽ ഇൻകം കിട്ടിയിട്ടുണ്ട് അല്ലേ? റേഡിയോ ബിസിനസ്സിലും ഉണ്ട്, ഫേമിൽ നിന്നും ഉണ്ട്. അപ്പോൾ ഈ രണ്ടും കൂട്ടിയിട്ട് അതിന് ഏത് കുറക്കേണ്ടി വരും? റേഡിയോ ബിസിനസ്സിൽ സംഭവിച്ചിട്ടില്ല നഷ്ടം കുറയ്ക്കേണ്ടി വരും. അതേ ഹെഡിൽ നിന്ന് തന്നെ നമുക്ക് ലെസ് ചെയ്യാം. ബിസിനസ് ലോസ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഡിപ്രീസിയേഷൻ മുഴുവനായിട്ടും എഴുതി തള്ളാൻ കഴിയാത്തത് അല്ലേ? ഡിപ്രീസിയേഷൻ എമൗണ്ട് മുഴുവനായിട്ടും എഴുതി കുറക്കാൻ കഴിയാത്തതാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അത് നമുക്ക് ഏതിൽ നിന്ന് കുറക്കാം? ബിസിനസ് ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. അടുത്തതോ സ്പെക്കുലേഷൻ ലോസ്. സ്പെക്കുലേഷൻ ലോസ് എന്ത് മാത്രമേ പറ്റുള്ളൂ? സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്നും സ്പെക്കുലേഷൻ ലോസ് കുറക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്ത് ചെയ്യണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അടുത്തതോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അടുത്തതോ ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിന് 3000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്. എന്ത് ചെയ്യണം? ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ എമൗണ്ട്സ് ₹500. 500 രൂപ ഈ വർഷം ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതും ഏതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? ബിസിനസ്സിൽ നിന്നും കുറക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതത് കാര്യങ്ങൾക്ക് അതത് ലോസ് തന്നെ തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ നിന്നും കുറക്കുക. ബാക്കിയുള്ള എല്ലാ എമൗണ്ടിനും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ കാണാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ഡീൽ വിത്ത് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ക്യാരി ഫോർവേഡ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ഹെഡ് എടുക്കുകയാണ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട്? ഒന്ന്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഉണ്ട്. കമ്പ്യൂട്ടർ 9,500 രൂപ ഉണ്ട്. പിന്നെയോ ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് സംഭവിച്ചു എന്ന് പറഞ്ഞു. എവിടെയാണ് ഹൗസ് പ്രോപ്പർട്ടി ലോസ് സംഭവിച്ചു എന്ന് പറഞ്ഞത്? ഇതാണ് ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3,000. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ അത് കമ്പൈൻ ചെയ്യാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 9,500. ഓക്കെ, ലെസ് ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ബ്രോഡ് ഫോർവേഡ് ലോസ് കുറക്കുകയാണ് 3000. 9,500 നിന്ന് 3000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 6,500 എന്ത് ചെയ്യണം? ഔട്ടർ കോളത്തിലേക്ക് എഴുതണം. ഇവിടെ നെഗറ്റീവ് ബാലൻസ് ആണ് വന്നിരുന്നെങ്കിൽ, അതായത് 6,500 നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ഔട്ടർ കോളത്തേക്ക് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ബിസിനസ് ഹെഡ് ആണ് അല്ലേ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻകം ഉണ്ട്? ഒന്നാമത്തത് അവിടെ പറയുന്നു പ്രോഫിറ്റ് ഫ്രം റേഡിയോ ബിസിനസ്.
രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഫ്രം ഫേം. അപ്പൊ 2 ഇൻകം ഇവിടെ കണ്ടു. പിന്നെയോ ഡിഡക്റ്റ് ചെയ്യേണ്ടത് അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ലോസ് ഫ്രം റേഡിയോ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ട്. 3 ഐറ്റം ഡിഡക്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ഇല്ല ഇൻകം മുഴുവൻ കൂട്ടുക, അതിൽ നിന്നും ആ 3 എക്സ്പെൻസും കുറക്കുക. ഏതൊക്കെ എക്സ്പെൻസ് പ്രത്യേകം മനസ്സിലാക്കണം. അൺഅബ്സോർഡ് ഡിപ്രീസിയേഷന്, കറന്റ് ഡിപ്രീസിയേഷൻ ഒക്കെ ബിസിനസ് നിന്ന് കുറക്കാം. അതുപോലെ തന്നെ ലോസ് ഫ്രം റേഡിയോ ബിസിനസ്സും ആണ് തന്നിട്ടുള്ളത്, അതും നമുക്ക് ബിസിനസ്സിൽ നിന്ന് കുറച്ചുകൂടെ, അതുകൂടിയും കുറക്കണം നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ എഴുതുന്നു ബിസിനസ് ഇൻകം. റേഡിയോ ബിസിനസ് ആണ് ആദ്യം എഴുതുന്നത്. റേഡിയോ ബിസിനസ്സിൽ നിന്ന് നമുക്ക് 19,600 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം ഫേമിൽ നിന്നും 1,800 രൂപ കിട്ടിയിട്ടുണ്ട്, അതും എഴുതി. ഓക്കെ, അപ്പൊ 2 ഇൻകം ഉണ്ട്, ഒന്ന് റേഡിയോ ബിസിനസ്സും മറ്റൊന്ന് ഫേമും. അത് രണ്ടും കൂട്ടി ചെയ്തുമ്പോൾ നമുക്ക് 21,400 കിട്ടും. അത് രണ്ടും കൂട്ടുമ്പോൾ 21,400 കിട്ടും. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ 3 തരത്തിലുള്ള എക്സ്പെൻസസ്, 3 തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഇതാണ് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ. കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ 500 രൂപയാണ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എഴുതി, കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ 500. പിന്നെയോ ബിസിനസ് ലോസ്, അതായത് റേഡിയോ ബിസിനസ്സിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ, 4,600 രൂപ ലോസ് സംഭവിച്ചു, അത് എഴുതി. ബിസിനസ് ലോസസ് ബ്രോഡ് ഫോർവേഡ് 4,600. പിന്നെയോ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ, കഴിഞ്ഞ വർഷം നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയാത്ത ഡിപ്രീസിയേഷൻ ഉണ്ട്, അതെത്രയാണ്, 1000 രൂപയാണ്. അപ്പൊ അതും എഴുതി, 1000 രൂപ അതും എഴുതി. അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ 1000 രൂപ എഴുതി. അപ്പോൾ ബിസിനസ് ഇൻകത്തിൽ നിന്ന് 2 ഇൻകത്തിൽ നിന്നും ഏതൊക്കെ കുറക്കണം, ഈ 3 സെറ്റ് ഓഫുകളും കുറക്കണം. ഇപ്പോൾ 3 സെറ്റ് ഓഫുകളും കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15,300 രൂപ കിട്ടും. പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ഫിഗർ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഔട്ടർ കോളത്തേക്ക് എഴുതാൻ പറ്റും. ഇനി നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഔട്ടർ കോളത്തേക്ക് ഒന്നും എഴുതാൻ പാടില്ല. അതെന്ത് ചെയ്യണം, ഇവിടെ കുറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കുറച്ചിട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതൊക്കെ സ്പെക്കുലേഷൻ ഇൻകം ഉണ്ട്. ഇവിടെ സ്പെക്കുലേഷൻ ഇൻകം എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ അത് ബിസിനസ്സിന്റെ കൂട്ടത്ത് കൂട്ടാൻ പാടില്ല. എന്തുകൊണ്ടാ, സ്പെക്കുലേഷൻ ലോസ് ഉണ്ടെങ്കിൽ സ്പെക്കുലേഷൻ ഗെയിനിൽ നിന്ന് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താണ്. സ്പെക്കുലേഷൻ ഇൻകം 1,900 രൂപയുണ്ട്. ഓക്കെ, അതിൽ നിന്നും സ്പെക്കുലേഷന്റെ ലോസ് കുറക്കണം. സ്പെക്കുലേഷൻ ലോസ് ഇത് അവിടെ തന്നിട്ടുണ്ട് 3,200 രൂപയുണ്ട്. അപ്പൊ നമ്മൾ എഴുതി സ്പെക്കുലേഷൻ ഇൻകം 1,900 ലെസ് സ്പെക്കുലേഷൻ ലോസ് 3,200. ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, 1,900 നിന്ന് 3,200 കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ കിട്ടുന്നത് 1,300 രൂപ മൈനസ് ഫിഗർ ആണ് കിട്ടുന്നത് അല്ലെ. -1,300 ആണ് കിട്ടുന്നത്. -1,300 ആകുമ്പോൾ ഔട്ടർ കോളത്തേക്ക് എഴുതാൻ പാടില്ല. ഇവിടെ തന്നെ എഴുതിയിട്ട് അതിന് എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്നാക്കി എഴുതണം അല്ലെ. ഇതാണ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ 1,300 നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട്. ഇനി അടുത്തിട്ടതാണ് ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലെ. ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഏതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രം അല്ലെ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ആദ്യം നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ എടുത്തു, അത് എഴുതി ആദ്യം ക്യാപിറ്റൽ ഗെയിൻ കൊടുത്തു, എന്നിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 3,200 രൂപ എടുത്തു. അതിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട് എത്ര, 4,100 രൂപയുണ്ട്. 3,200ഉം 4,100 ആണ്. അപ്പം നമുക്ക് നെഗറ്റീവ് ബാലൻസ് അല്ല കിട്ടുക. 3,200 നിന്ന് 4,100 വർഷമ്പോൾ എത്ര കിട്ടും, 900 നെഗറ്റീവ് -900 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്തും, ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ ചെയ്തു. ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ ഇവിടെ നിൽ ചെയ്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും നമ്മൾ കമ്പൈൻ ചെയ്തു. ഇനിയോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,400 ഉണ്ട് അല്ലേ. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 3,950 ഉണ്ട്. അപ്പോഴും അത് എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ എഴുതി വെക്കണം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,400 ലെസ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 3,950 കുറക്കുമ്പോൾ 2,550 കിട്ടും. അതെന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എഴുതണം. ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ ഇവിടെ നിൽ എഴുതണം. ഇനി വേറെ ഏതെങ്കിലും എടുക്കാത്തതുണ്ട് ഇതിൽ, ഹൗസ് പ്രോപ്പർട്ടി എടുത്തു, റേഡിയോ ബിസിനസ് എടുത്തു, ഇൻട്രസ്റ്റ് ഫ്രം ഫേം എടുത്തു, സ്പെക്കുലേഷൻ എടുത്തു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്തു, റേഡിയോ ബിസിനസ്സിലെ ലോസ് ക്യാരി ഫോർവേഡ് എടുത്തു, അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ എടുത്തു, സ്പെക്കുലേഷൻ ലോസ് എടുത്തു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എടുത്തു, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എടുത്തു, ബ്രോഡ് ഫോർവേഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുത്തു, കറന്റ് ഡിപ്രീസിയേഷൻ എടുത്തു, എല്ലായി. ഇനി എന്ത് ചെയ്യുക,
ലാസ്റ്റ് കോളം, അതായത് ലാസ്റ്റ് കോളത്തിലേക്ക് ഏതെങ്കിലും എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുക. ഇപ്പോൾ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 6500 ഉണ്ട് പോസിറ്റീവ് അല്ലേ. ബിസിനസ്സിൽ ക്യാരി ഫോർവേഡ് അല്ല, ബിസിനസ്സിൽ ഒരു 15300 രൂപ പ്രോഫിറ്റ് ഉണ്ട്, അതും ഇതാ. പിന്നെയോ സ്പെക്കുലേഷനിൽ ക്യാരി ഫോർവേഡ് ആണ്, അതുകൊണ്ട് ഇത് ഇങ്കല്ല. ക്യാപിറ്റൽ ഗെയിനും ക്യാരി ഫോർവേഡ് ആണ്, ഇങ്കല്ല. സാലറി ഇല്ല. അപ്പോൾ ഈ രണ്ട് ഇൻകം പോസിറ്റീവ് ഫിഗർ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 21,800 കിട്ടും. ആ എമൗണ്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.